സാറേ, കായിക മേഖലയിൽ എല്ലാ കാലത്തും ഈ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, ആ പരാതികൾ വരുന്നതെല്ലാം പതിവാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ പത്തനംതിട്ടയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഒരു കായിക താരത്തെ 64 പേർ പീഡിപ്പിച്ചു. അത് വിവിധ ഘട്ടങ്ങളിലാണ്, 3 വർഷത്തിനിടയിലാണ് ഈ പീഡനം നടന്നത്. ഇതിൽ ഈ കായിക മേഖലയെ കുറിച്ച് ഇത് പതിവാണ്. ഇതിൽ കർശനമായ നടപടി ആവശ്യമല്ലേ? കായിക മേഖല എന്നുള്ള ഉള്ളത് മാത്രമല്ല, കായിക മേഖലയുടെ പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ മൊത്തം ഒരു പ്രശ്നമാണ്. കായിക മേഖലയിലായിക്കോട്ടെ, സിനിമാ മേഖലയിലായിക്കോട്ടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന പെൺകുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പത്തനംതിട്ട ജില്ല എന്ന് കായിക താരങ്ങൾ ധാരാളമുള്ള ഒരു ജില്ലയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള താരങ്ങളുള്ള ജില്ലയാണ്. ആ ഒരു ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. 64 പേര്. അതിൽ ഈ കുട്ടിയുടെ കോച്ചും ഉൾപ്പെടുന്നു. കോച്ച് വേറൊരാൾക്ക് കൈമാറുക, ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ കൈമാറപ്പെടുന്നത് പോലെ തന്നെ ഈ കുട്ടിയുടെ ചാരിത്രം കൈമാറപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമായിട്ടൊരു പീഡനമാണത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ബോച്ചെ എന്ന് പറയുന്ന ബോബി ചമ്മണ്ട്. അദ്ദേഹം പൊതുവേദിയിൽ നിന്നോ അശ്ലീലം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യഞ്ജിപ്പിക്കുന്ന വ്യംഗ്യത്തിൽ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം റിമാൻഡിലാണ്. 14 ദിവസത്തെ റിമാൻഡ്, മിനിമം റിമാൻഡാണ്. എന്നിട്ട് ജാമ്യം ചോദിച്ചിട്ട് കോടതി കൊടുത്തില്ല. പൊതുവേദികളിൽ സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അത് വ്യംഗ്യമായിട്ടായാലും അത് സൂക്ഷിച്ചു വേണമെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ സ്ത്രീകളെ അങ്ങനെ പോലും വേദനിപ്പിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ അവഹേളിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല എന്നുള്ള വ്യക്തമായ നിയമമുണ്ട്. അത് കോടതിക്ക് ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ 4 വർഷമായിട്ട് 64 പേർ ചെന്ന് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് വെളിവാകുന്നത്. ഒന്ന്, ആ കുട്ടിയുടെ നിസ്സഹായാവസ്ഥ. രണ്ടാമതായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ നിർലജ്ജമായിട്ടുള്ള പ്രതികരണം. ഈ സംഭവം അറിഞ്ഞിട്ടും നമ്മുടെ ഒരൊറ്റ മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ രഹസ്യം ചോർത്തിയെടുക്കുക എന്നുള്ളതല്ല. എന്തുകൊണ്ട് വന്നില്ല? സദാ ജാഗരൂകമായിരിക്കേണ്ട, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ നടക്കുന്ന ഒരു സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത് അറിയപ്പെടാതെ പോകുന്നു? കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത്, വളയാർ കേസിലെ പോലീസ് അന്വേഷണം കഴിഞ്ഞു. അതോടൊപ്പം സംശയം, ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടും എന്തുകൊണ്ട് രക്ഷിതാക്കളൊന്നും ഇതിനെക്കുറിച്ച് ആ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. വാളയാർ കേസിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അച്ഛനും അമ്മയും കൂടിയാണ്. സ്വന്തം പെൺകുട്ടി അതിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് അച്ഛനും അമ്മയും അറിയുന്നില്ല? നമ്മുടെ സമൂഹം അങ്ങനെ കുടുംബ വ്യവസ്ഥിതിയിലേക്ക് പോയപ്പോൾ അത്രമാത്രം ഡിറ്റാച്ച്ഡ് ആയിപ്പോയോ? അച്ഛനും അമ്മയും അറിയാത്ത രഹസ്യങ്ങൾ തീർച്ചയായിട്ടും പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് സൂക്ഷിക്കാം. ഇത് പോക്സോ കേസ് ഇൻവോൾവ് ചെയ്യുന്ന പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണോ എന്ന് നമുക്കറിയില്ല. ഇത് നടക്കുന്ന സമയത്ത് മിക്കവാറും അതൊരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി തന്നെ ആയിരിക്കണം. അത് 4 വർഷം മുൻപുള്ള അങ്ങനെ പോക്സോ കേസ് തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കേസ് നടന്നിട്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കേരള സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അധിക്ഷേപം അല്ലെങ്കിൽ ആക്ഷേപം വളരെയധികം സ്പൂൺ ഫീഡിങ് നടത്തുന്നു, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കോർപ്പറൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്, വടി കൊണ്ടുള്ള ശിക്ഷ പോലും പാടില്ല എന്ന് പറയുന്നത് പോലെ സ്കൂളുകളിലെ അന്തരീക്ഷം അങ്ങനെ ആയിരിക്കുകയാണ്. അധ്യാപകർക്ക് എന്തെങ്കിലും ചോദിക്കാൻ പേടിയാണ്. ഇത് സാറ് പറഞ്ഞതുപോലെ ഇത് മറ്റു ഉത്തരേന്ത്യയിൽ വല്ലതും നടന്നിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഇവിടെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു അതെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. താരങ്ങൾ അവിടെ റോഡിൽ കിടന്നു എന്ന് പറഞ്ഞ് കേരളം കത്തിച്ചവരാണ് അതെ പല ഇടതുപക്ഷവർ. അതെ, ഇവിടെയും കോച്ചും ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോച്ചാണ് ഇത് ഷെയർ ചെയ്തതെന്നാണ് പറയുന്നത്. ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന ഒരു കോച്ച്, അദ്ദേഹം തടവിയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് ഈ ഗുസ്തി പരിശീലകർക്ക്, ഞാൻ ഗുസ്തിക്കാരനല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, ഗുസ്തി പരിശീലകർക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ശരീരത്തിൻ്റെ ഈ തടവൽ എന്ന് പറയുമ്പോൾ. അതാണ് ഇപ്പം തിരുമുകാരും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ പെൺകുട്ടികളൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ധാരാളം ഫോട്ടോകളും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ രാഷ്ട്രീയ പ്രേരണ കൊണ്ടായിരിക്കാം ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ അപ്രമാദിയായിട്ടുള്ള MP ആണ്. അടുത്ത കാലത്തെങ്ങും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ജനവിശ്വാസമുള്ള ഒരു MP.
അപ്പോൾ ആ MP യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയ ഒന്നാണെന്നാണ് പിൽക്കാലത്തെ കാര്യങ്ങൾ തെളിയിക്കുന്നത്. കാരണം ഇതിൽ സമരം ചെയ്തവർ പിന്നീട് കോൺഗ്രസിൽ അതെ, ഇത് വാദിയായിട്ടുള്ളതും ബ്രജ്ഭൂഷണെതിരെ ആരോപണം ഉന്നയിച്ചതായിട്ടുള്ള ആൾക്കാരെല്ലാം പിന്നീട് കോൺഗ്രസിൽ പോയി. ഹരിയാനയിൽ മന്ത്രി സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച് പോയി, പൊട്ടി പാളീസായി അവിടെ BJP തന്നെ ജയിച്ചു. അപ്പോൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ തെരുവോരങ്ങളിലും ജന്തർ മന്ദറിലും ഒക്കെ പ്രകടനം നടത്തിയ ആൾക്കാരാണ്. പ്രിയങ്ക ഗാന്ധി വരെ പോയി, രാഹുൽ ഗാന്ധി അത് പരമാവധി മുതലെടുത്തതാണ്. എന്നിട്ട് കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ആരും അറിയുന്നില്ല, ഇത് ചെവി അറിയാതെ പോകുന്നു പറഞ്ഞാൽ ഈ ബോച്ചയെ ശിക്ഷിച്ച അതേ ആഭ്യന്തര വകുപ്പാണല്ലോ അന്നും ഇന്നും ഉണ്ടായിരുന്നത്, 4 വർഷം മുമ്പും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് പോലീസ് എന്ന് പറയുന്നത് പരാതി കിട്ടിയാൽ മാത്രം സ്വീകരിക്കുന്ന ആൾക്കാരാണ്? ഇവിടെ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ബോച്ചയെ ശിക്ഷിച്ചു, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. എന്തുകൊണ്ട് സിനിമാ നടന്മാർ ഇതിനേക്കാൾ വലിയ ക്രൂരമായ ആരോപണങ്ങൾ പീഡനത്തിൻ്റെ ഉന്നയിച്ച പെൺകുട്ടികൾ ഉണ്ടായിട്ടും നമ്മുടെ മഹാൻ നടന്മാരിൽ ചിലരെങ്കിലും ഒരു ശിക്ഷയും അനുഭവിക്കാതെ ഇപ്പോൾ വീണ്ടും വിലാസലോലുപരായിട്ട് നടക്കും, താരവിലാസം നടത്തുന്നു. ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പ്രകൃതി വിരുദ്ധമായ ലൈംഗിക മാർഗങ്ങൾ വരെ സ്വീകരിച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ തന്നെ ഹോട്ടലുകളിൽ നടത്തിയ പീഡനങ്ങളുടെ പേര് ഒരു കുഴപ്പവുമില്ലാതെ സമൂഹത്തിലെ മാന്യ പുരുഷന്മാരായിട്ട് അവർ വിലസും. കോൺഗ്രസ് ഡൽഹിയിൽ സമരം ചെയ്യോ ഈ പ്രശ്നത്തിനെതിരെ, അതോ ഇതേപോലെ മൗനമായിരിക്കും? ഒരനക്കവും ഇല്ലല്ലോ ഇപ്പോൾ. ഈ 4 വർഷം എടുത്തല്ലോ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എവിടെ? പഞ്ചായത്ത് മെമ്പർമാരെവിടെ? ഇവർക്കൊന്നും ജനങ്ങളുമായിട്ടൊരു സമ്പർക്കവും ഇല്ലേ? ഒരു പ്രശസ്തയായ കായിക താരമാണ്. ആ കായിക താരത്തെ പീഡിപ്പിച്ചിട്ട് അത് തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു. അത് എങ്ങനെയാ? കേരളം അറിഞ്ഞിട്ടില്ല. അപ്പോഴും കേരളം അറിഞ്ഞത് എങ്ങനെ? സെൻട്രൽ വിമൻസ് കമ്മീഷൻ ഇവിടെ ഇങ്ങോട്ട് DYSPക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോഴാണ് അറിയുന്നത്. കേന്ദ്രമാണ് അറിയുന്നത്. കേരളം നമ്പർ 1 എന്ന് പറയുന്ന ഈ കേരളം, പോലീസിന്റെ കാര്യത്തിൽ അഭിമാനം എന്ന് പറയുന്ന കേരളം ഇത് അറിഞ്ഞില്ല. പത്തനംതിട്ടയിൽ നിന്നാണ് മന്ത്രി വീണ ജോർജ്, വനിതാ മന്ത്രിയാണ്, അവരറിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇവരൊക്കെ അറിയുന്നത്? ഒരു പെൺകുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതറിയാതിരിക്കുക എന്ന് പറയുന്നതാണോ രാഷ്ട്രീയ മേധാവിത്വം എന്ന് പറയുന്നത്, രാഷ്ട്രീയ കഴിവെന്ന് പറയുന്നത്, കേരളം നമ്പർ 1 എന്ന് പറയുന്നത്? എന്തു വൃത്തികേടാണ് ഇവിടെ നടന്നത്? ഇതൊന്നും അറിയാനൊരു സംവിധാനമില്ലാത്ത ഒരു ബനാന റിപ്പബ്ലിക്കായിട്ട് കേരളം മാറിയിരിക്കുകയാണോ? എന്തുകൊണ്ട് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇതറിയാനുള്ള ഒരു മാർഗവും ഇല്ലാതെ? ചെവിക്ക് ചെവിയായിട്ട് പത്തനംതിട്ട എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ജില്ലയാണ്. ചെവിക്ക് ചെവിയായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന സുതാര്യമായിട്ടുള്ളൊരു സമൂഹം അവിടെ ഉണ്ട്. അത്ര അല്ലാതെ ഈ ഉത്തർപ്രദേശിലെ ഉന്നാവ പോലൊക്കെയുള്ള സ്ഥലങ്ങളിലെ പോലെ പരസ്പരം അങ്ങോട്ട് ആളുകൾ അറിയാത്ത സംഭവങ്ങളൊന്നും അല്ല ഇവിടെ. പരസ്പരം ചർച്ച ചെയ്യുകയും അവിടെ നാട്ടിലെ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ചെവിക്ക് ചെവി പോവുകയും വിസ്പർ ക്യാമ്പയിൻ നടക്കുകയും സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കിംവദന്തികളാകുമ്പോൾ അത് കാട്ടുതീ പോലെ പരക്കേണ്ടതുമാണ്. എന്തുകൊണ്ടത് എത്തിയില്ല? പത്രങ്ങളുടെ ചെവികളിലെത്തിയില്ല, പോലീസുകാരുടെ ചെവികളിലെത്തിയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. പണ്ടെല്ലാം ആ വീട്ടിൽ നടക്കുന്നതും ഈ മറ്റു കാര്യങ്ങളെല്ലാം അറിയുമായിരുന്നു. ഇക്കാലത്ത് അങ്ങനെയല്ല. മറു വീട്ടിൽ എന്താണ് നടക്കുന്നത്, ഒരു മതിലിനും അപ്പുറം എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ. ഇത് ഇലവൻതെറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് തന്നെ ഇതുണ്ടാകും. ആ ഇലവിത്തൊട്ട് തന്നെയാണ് പണ്ട് കൊലപാതകം നടന്നത്. മന്ത്രവാദത്തിന്റെ പേര് ആരും അറിഞ്ഞില്ല. അല്ല, ഈ പൊതുസമൂഹത്തെ നമ്മുടെ കേരള സമൂഹം അങ്ങനെ ചുരുങ്ങി പോയിട്ടുണ്ടല്ലോ. കാരണം സാറിന്റെ കാലത്തെല്ലാം അറിയാം, സാറിന്റെ നാട്ടിലെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ കാലത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അല്ല, പത്തനംതിട്ട എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ജില്ലയാണ്. അത്ര ഒരു നഗരവൽകൃതമായിട്ടുള്ള സമൂഹമല്ല ഇവിടെ ഉള്ളത്. എല്ലാം പരസ്പരം അറിയുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. കുറച്ചൊക്കെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വന്നിട്ടുണ്ടാവാം. എങ്കിലും എന്നെ ആ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എന്നെ അത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നടന്നിട്ട് അതും കേന്ദ്ര വനിതാ കമ്മീഷൻ ഇടപെടേണ്ടി വന്നു. അതറിയാൻ അതുവരെ ആരും അറിഞ്ഞില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് കവിയൂറും. അവിടെ നടന്ന പീഡനത്തെ പറ്റിയുള്ള വാർത്തകൾ അവിടെയും അതും വളരെ അസ്വാഭാവികമായ മരണമായിരുന്നു. അസ്വാഭാവികമായിട്ടുള്ള പീഡനങ്ങളുമായിട്ട് നടന്നത്. അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും പുറത്ത് വന്നിട്ടൊന്നുമില്ല ഇതുവരെ. അതുപോലെ തന്നെയാണ് വാളയാർ, അതും കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് പിന്നെ ആദിവാസികൾക്കിടയിലാണ് നടന്നിട്ടുള്ളത്. അത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള പരാധീനതകളുടെ ഒരു വെളിപാടാണിത്. അടിയന്തര ശ്രദ്ധയും സർജറിയും ആവശ്യമായിട്ടുള്ള കാര്യമാണ് പത്തനംതിട്ട നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്.